തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും ബസ്സിടിച്ച് മരണമുണ്ടായി. KSRTC ബസ്സിടിച്ച് ഭിന്നശേഷിക്കാരി മരിച്ചു. കേരളയിൽ ഓഫീസിലെ ജീവനക്കാരി പൂവാർ സ്വദേശിനി നിഷ വി ആണ് മരിച്ചത്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. സലീം, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളെക്കുറിച്ചും വാഹനാപകടങ്ങളെക്കുറിച്ചും ഒക്കെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ സംസാരിക്കുകയായിരുന്നു എന്നോട്. ഞാൻ അദ്ദേഹത്തിനൊരു സന്ദേശം അയച്ചു കൊടുത്തിരുന്നു. നമുക്ക് സീറോ ആക്സിഡൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം നടപ്പിലാക്കണം. വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി തലത്തിലൊക്കെ ചർച്ച ചെയ്യാം എന്നൊക്കെ. ഇപ്പോൾ അത് പറഞ്ഞ് നാവെടുക്കുന്ന മുമ്പ് അടുത്ത മരണം ഉണ്ടായി. വളരെ സങ്കടകരമായ വാർത്തയാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം ബസ് ഇടിച്ച് മരണപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് ഈ നിഷ വി എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ദിവസങ്ങൾക്ക് മുൻപാണ് കിഴക്കേക്കോട്ടയിൽ വെച്ച് ദാരുണമായ ഒരു അപകടമുണ്ടായത്. രണ്ട് സ്വകാര്യ ബസിന്റെയും ഒപ്പം KSRTC ബസിന്റെയും നടുവിൽപ്പെട്ട ഒരു 52-കാരൻ മരിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിഷ വി എന്ന കേരളയിൽ ഓഫീസ് ജീവനക്കാരി ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അത് ഇന്ന് രാവിലെ 10:30 കൂടിയായിരുന്നു അപകടം. ഭിന്നശേഷിക്കാരിയായ നിഷ വി രാവിലെ ഓഫീസിലേക്ക് പോകാനായി വരികയായിരുന്നു. അതിനിടയിൽ റോഡ് മുറിച്ച് കടക്കും വഴിയായിരുന്നു ഈ അപകടം എന്നാണ് മനസ്സിലാക്കുന്നത്. KSRTC ബസ് വലിയ വേഗത്തിലായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ സ്ഥലത്ത് ഈ ഭിന്നശേഷിക്കാരി ആയതുകൊണ്ട് തന്നെ വളരെ പതിയെയായിരുന്നു ഇവർ നടന്നിരുന്നത്. അതിനിടയിൽ ഈ ബസ് വന്ന് തട്ടിയിടുകയായിരുന്നു എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഈ ബസ് തട്ടിയിട്ടതിന് ശേഷം അപ്പോൾ തന്നെ അവിടെ നിന്നും പോലീസ് ഉൾപ്പെടെ എത്തുകയും ആംബുലൻസ് ഉൾപ്പെടെ എത്തുകയും ചെയ്ത് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത്. അതിനുശേഷം ഈ അപകടശേഷവും ഇവർ സംസാരിക്കുക ഉൾപ്പെടെ ചെയ്തു എന്നും പോലീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അതിന് പിന്നാലെ 3:30 ഇവർക്ക് ശ്വാസതടസ്സമുണ്ടായി. അങ്ങനെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തന്നെ മരിക്കുകയായിരുന്നു. ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ ബസ് അപകടങ്ങൾ വർദ്ധിക്കുന്ന, ബസ്സിന്റെ അമിത വേഗവും ഒപ്പം അശ്രദ്ധമായ ഡ്രൈവിംഗും ഒക്കെ പലതവണ വിമർശന വിധേയമായതാണ്. അതിന് തൊട്ടു പിന്നാലെ കിഴക്കേക്കോട്ടയിലെ അപകടം വലിയ വിവാദമാവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തു. അതിനുശേഷം ഗതാഗത വകുപ്പിന്റെ പരിശോധനയും ബസ്സുകളെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിശോധനയ്ക്ക് തൊട്ടുപിറകെ ആ അപകടത്തിന് പിന്നാലെ ആ ദിവസത്തിന് ശേഷം നിലച്ചു. ഇപ്പോൾ വീണ്ടും അപകടവും ഉണ്ടായിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.